ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ എൻ്റെ ഇരിക്കുന്ന സാധനമാണ് ഗിയർ മോട്ടർ. ഇത് ഞാൻ മേടിച്ചത് ഏകദേശം ഒരു 80 രൂപയ്ക്കാണ് ഗൈസ്. പല സ്ഥലത്ത് പല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗിയർ മോട്ടർ ഞാൻ ഫുൾ അഴിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ അകത്ത് എത്ര ഗിയറുണ്ട്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഈ ഗിയർ മോട്ടർ വരണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിൻ്റെ ബാക്കി കാണുന്ന മിനി മോട്ടറാണ് ഗൈസ് വേണ്ടത്. അതിനുവേണ്ടി ഈ കാണുന്ന ഒരു ക്ലിപ്പുണ്ട് ഗൈസ്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക. സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് കുത്തിക്കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ അത് ഊരിയെടുക്കാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ അതിങ്ങനെ ഊരി വരും. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ വശം ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ ഊരി വരും ഗൈസ്. അതിനുശേഷം നമ്മൾ ആ മോട്ടർ ഒന്ന് വലിച്ചെടുത്താൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ മോട്ടർ ഊരിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് മോട്ടർ, ചെറിയൊരു മോട്ടർ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗിയർ വെച്ചിട്ടുണ്ട് ഗൈസ്, ഇതിൻ്റെ അകത്തുള്ള ബാക്കി ഗിയറുകളെ കറക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഊരാൻ ഗൈസ്. അപ്പോൾ അത് ഊരണമെങ്കിൽ നമ്മൾ ആദ്യം ഈ കാണുന്ന 2 സ്ക്രൂ ആണ് ഗൈസ് അയക്കേണ്ടത്. നമ്മൾ സ്ക്രൂ അയച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ സ്ക്രൂ അയച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ടൈപ്പാണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്, നീളം ഇച്ചിരി കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം അയച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം പയ്യൊന്ന് പൊക്കിയെടുത്താൽ മതി ഗൈസ്, ഇതിൻ്റെ മുകളിലെ കവറ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള ഗിയറുകൾ എന്നൊക്കെ പറയുന്നത് ഗൈസ്. പിന്നെ സൈഡ് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ കമത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ 4 ഗിയറാണ് ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. പിന്നെ ഈ വീലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതൊക്കെ ആ ഗിയറിൽ തന്നെ സെറ്റായിട്ട് വരുന്നതല്ല, അത് നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാവുന്ന ടൈപ്പാണ് ഗൈസ്. 2 എണ്ണം അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ 4 ഗിയർ ഇതിൻ്റെ അകത്തുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഗിയർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൈസ്. പിന്നെ ഏറ്റവും അടി കാണുന്ന ആ ഒരു ഗിയറിലാണ് നമ്മൾ മിനി മോട്ടറിൻ്റെ ആ ഒരു ഗിയർ കണക്ട് ചെയ്യുന്നത്, അത് കറങ്ങാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമ്മൾ മിനി മോട്ടർ ജസ്റ്റ് ഒന്ന് അതിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ അകത്ത് മിനി മോട്ടർ വെക്കുമ്പോൾ ഇരിക്കുന്നത്. മിനി മോട്ടർ ഇറങ്ങുമ്പോൾ ആ താഴത്തെ ഗിയർ അങ്ങനെ ഗിയർ കയറിയാണ് ഗൈസ് ബാക്കിയുള്ള ഗിയറുകളെല്ലാം കറങ്ങുന്നത്. പിന്നെ ഇത്രയും ചെറിയൊരു മോട്ടറിൽ നിന്നാണ് ഗൈസ്. ഇത് അത്യാവശ്യം ലോഡ് വലിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ എത്രത്തോളം ലോഡ് വലിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മൾ അടുത്തൊരു വീഡിയോ അതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കിട്ടാനായിട്ട് ഈ ചാനൽ സബ് ചെയ്തേക്കുക ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ ഈ ചാനൽ ടെക് വീഡിയോസ്, മികച്ച വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതൊക്കെ കിട്ടാനായി ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഗൈസ്. അതുവരെയ്ക്ക് ബൈ.